ഹലോ കേൾക്കുന്നുണ്ടല്ലോ. ഹലോ ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വേൾഡായിട്ടാണ്. നിങ്ങൾക്കിവിടെ താഴെ ഇപ്പോൾ ഇവിടെ ഒരു സാധനം എഴുതി കാണിക്കും. നിങ്ങൾക്കിവിടെ മുകളിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റൂ. അതിൻ്റെ ചെറിയൊരു ചിഹ്നം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏതാ മോഡെന്ന്. മൊത്തം ഇതാ എൻ്റെ ഫേവറേറ്റ് അനിമിയുടെ ഒരു മോഡാണ്. ഓക്കെ, പൈററ്റ് ആവണോ മെറീൻ ആവണോ? ഇത് മെറീനല്ലേ? മെറീൻ ആവണോ പൈററ്റ് ആവണോ? പൈററ്റ് സർവീലും പൈററ്റ് ആവാം. വി ആർ പൈററ്റ്സ്. ഇതെന്തിന് ഇത് പൈററ്റായ വെള്ളത്തിൻ്റെ അടിയിലേക്കാണ് പോണാവുക? തേങ്ങ ഇത് ഗൈസ്. ഇവിടെ സൈഡിൽ മൊത്തം എന്തൊക്കെയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഒബ്സർവേഷൻ. ഓ ഗൈസ്, ഇത് എനിക്ക് മനസ്സിലായി. ഒബ്സർവേഷൻ ഹാക്കി കിങ്. ഇത് ഒബ്സർവേഷൻ ഹാക്കിയാണ്. ഹാക്കി എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. വൺ പീസ് കണ്ടവർക്ക് അറിയായിരിക്കും. ഹാക്കി എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. അതിനകത്ത് കുറേ ഹാക്കികളുണ്ട്. 3 ഹാക്കികളുണ്ട്. ഒന്ന് ഒബ്സർവേഷൻ ഹാക്കി, പിന്നെ രണ്ടെണ്ണം എന്തോന്ന് ഞാൻ മറന്നുപോയി. അപ്പം അത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തായാലും ഹാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇതാണ്ട് ഈ കയ്യിലിരിക്കുന്ന സാധനം കണ്ട, ഇതാണ് ഹാക്കി. ഹാക്കി വെച്ച് നമ്മൾ ഇടിക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം മാറും. ഇത് ഇവരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സാഞ്ചി. കള്ളക്കടിയാടി മോനെ. ഞാൻ എന്തോ ഹാക്കിയൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒബ്സർവേഷൻ ഹാക്കി, മറ്റേ മന്ദക്കിരിക്കുന്ന ഹാക്കി, ഒബ്സർവേഷൻ ഹാക്കി. സാഞ്ചി അളിയാ എന്നെ രക്ഷിടാ. ഞാൻ നീയൊക്കെ എൻ്റെ കൊലത്താടാ ഉള്ളത്. എടാ പൊട്ട മറിയൻ എന്നെ രക്ഷിക്കുന്നതാ. സാഞ്ചി വന്ന് എന്നെ രക്ഷിക്കടാ. എടാ സാഞ്ചി, നമുക്കെന്നൊരു കാര്യം ചെയ്യാം. റെഡി 1 2 3. എനിക്ക് തന്നെ ഫസ്റ്റ്. പൊട്ട ഇപ്പോൾ താഴോട്ട് എഴുതി കാണും, ചാടും. പൊട്ടന്മാരിപ്പോൾ താഴോട്ട് അടിച്ച് ചാടും. നമുക്ക് അങ്ങോട്ട് എന്തായാലും പോവാം. ഗുഡ് മോർണിംഗ് സാഞ്ചി. അപ്പോൾ സാഞ്ചി 2 എണ്ണം ഉണ്ടോ? ദി സ്പോർട്സ്മാൻ. ദി കിങ് ഓഫ് സ്പോർട്സ്മാൻ. എൻ്റെ മോനെ ഗോഡ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എൻ്റെ കയ്യിലുള്ള വാള നോക്കി. ഇത് സോറോയ്ക്ക് കൊടുത്ത വാളാ. നിന്നെ ഞാൻ കൊല്ലും. ശരി എന്നാൽ ഇപ്പം കിട്ടുക. ഇപ്പം നോക്കിക്കോണേ എന്തോ അവൻ ചെയ്യാൻ പോകുന്നതെന്ന്. കട സ്ലൈൻ ബൈ. ഇതെന്ത് റെൻഡി വാസം മണ്ടേക്കോട്ട് പോടാ പൊട്ടാ. എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. ഇവനെ ഒന്നും ചെന്നിട്ട് മുട്ടാൻ നിങ്ങൾ നിൽക്കരുത്. മുട്ട പൊട്ടും. അമ്മാതിരി പവറാവന്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇവനൊക്കെ ആരാന്നൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. ഓക്കെ, നമുക്ക് ചോപ്പറിനെയോ സോറോനെയൊക്കെ കണ്ടുകൂട്ടിയായിരുന്നെങ്കിൽ നമ്മളൊന്ന് സഹായിക്കുമെങ്കിലും ചെയ്തേനെ. ചോപ്പർ പിന്നെ എന്തുവാ മറ്റേ വലുതായിട്ടേ അടിക്കുള്ളൂ. അവനൊരു ഫണ്ണി പീസാണ്. എനിമി കണ്ടവർക്ക് അറിയാം, അവന് ചെറിയൊരു ഫണ്ണി പീസാണ്. ഓക്കെ, എനിക്ക് കാണില്ലല്ലോ കുന്തത്തിനെ. എനിക്ക് എങ്ങനെയെങ്കിലും ആ മരമൊന്നും മുറിയടാ നീ. റിക്കോർഡ് ഒബ്സർവേഷൻ ആക്കി പുഴുങ്ങി തിന്നോ? ഞാൻ ചത്തല്ലോ. പോടാ. നിന്നെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളയാ. എൻ്റെ പേര് മോങ്കിടി ലൂഫി ഇൻ ഗിയർ 5. മനസ്സിലായോടാ ഞാൻ ആരാന്ന്? മങ്കിടി ലൂഫി ഗിയർ 5. എൻ്റെ സ്കിന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഞാൻ വലിയൊരു വൺ പീസ് ഫാനാണ് കേട്ടോ. അത് ഇപ്പോഴും ഞാൻ പറഞ്ഞേക്കാം. നറൂട്ടോയുടെ ഫാനാണ്. എൻ്റെ ഫസ്റ്റത്തെ എനിമി വൺ പീസാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റത്തെ എനിമി സാധാരണ എല്ലാവരുടെയും ഫസ്റ്റത്തെ എനിമി നറൂട്ടോ ആണ്. പക്ഷെ എൻ്റെ ഫസ്റ്റത്തെ എനിമി വൺ പീസാണ് കേട്ടോ. ഇവനിത് ചാവുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇവൻ മറയിൻ്റെ ആൾക്കാരായതുകൊണ്ട് നല്ല ഹെൽത്ത് ഉണ്ട് ഇവന്. കൈ കൊണ്ട് ഇവനെ ഇടിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ടാസ്ക്കാണ്. നമുക്ക് സ്വാഡ് ഉണ്ടാക്കണം. വാടാ കുണ്ടക്കൽ ശേഖര. കൈ വെച്ചൊക്കെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ചില്ലറ പണിയല്ല കേട്ടാ.
ചുമ്മാ ഇവൻ എന്നെയാണല്ലോ ദൈവം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഗിയർ 5 ആടാ. എടാ നിന്നെക്കാട്ടി ശക്തിയുള്ള കൈഡോയെ വരെ കൊന്നവനാടാ ഞാൻ. എടാ മോനെ എടാ എന്നെ കൊല്ലലേടാ. ഒന്ന് വാടാ എന്നെ കൊല്ലലേടാ. 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58. 58ാമത്തെ അടിയിൽ ഇവൻ ചാത്തത്. എൻ്റെ ദൈവമേ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാൻ കഴിയും. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന കണക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ അവൻ്റെ അടുത്തോട്ട് പോകാൻ നിൽക്കരുത്. പിന്നെ ഈ സാഞ്ചി ആണെങ്കിൽ അവനെ എന്താണെന്നും ചെയ്യാത്തതെന്നൊന്നും എനിക്കറിയാം. എനിക്കെന്താ സാഞ്ചി ഇങ്ങനെ ഇരിക്കുന്നത്? ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് ആക്കിയിട്ട് സ്റ്റിക്സ് ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ വേണ്ട. ഓക്കെ, നമ്മൾ സ്റ്റിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ചൊരു സ്വാഡ്, ഒരു പിക്കാക്സ് ഓക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്ര മതി നമുക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതങ്ങ് മുറിച്ചങ്ങ് കളയാം. ഇനി നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ആവണം. ഞാനൊന്നും പറയുന്നില്ല തേങ്ങ. എടാ ഇവനിത് എങ്ങനെയാണോ എന്നെ കണ്ടത്? ഞാൻ അതിൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുമല്ലായിരുന്നോ? നിൽക്കി, ഞാൻ ഇവനെ സിമ്പിളായിട്ട് തോപ്പിന്ന് കാണിക്കാം. 2 14 അടിയായ 3 14 അടിയായി. ഞാൻ നല്ല ഡാമാണ് ഇവന് കൊടുക്കുന്നത്. 36 37 41. ഇത് എത്ര അടിയാണ് ഇവന് കീറുന്നത്? അത്രേ ഉള്ളൂ. ലെവൽ 1. ഇതെന്തിനും ഇങ്ങനെ ആക്കുന്ന? ഇവനെ ഒന്നും നമുക്ക് മുട്ടാൻ നിൽക്കരുത്. ഇവൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മറന്നുപോയി, അതാണ്. ഇവനെ എനിക്ക് അറിയാം, ലൂഫിനെ സഹായിച്ചെടുത്തവനാണ്. മറ്റേ മാപ്പ് ട്രഷറിനെ ആർത്തിയാണ്, ട്രഷറിനെ പ്രേമിച്ചവനാണ് ഇവൻ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ താഴോട്ട് അങ്ങ് പോകാം. ഗൈസ്, 1 Piece ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേ. ആർക്കൊക്കെ 1 Piece അറിയാൻ നോക്കട്ടെ. ആരൊക്കെയാണോ സബ്സ്ക്രൈബ് ചെയ്യാത്തത് അവരൊക്കെ 1 Piece കാണാത്തവർ. അവരൊക്കെ 1 Piece ഒന്നും കണ്ടിട്ടില്ല. അവരൊക്കെ 1 Piece കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് തള്ളടിക്കുന്നവന്മാരെ. നിങ്ങളതല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ്, ലൈക്ക് അടിക്കണം, കമൻറ്റും അടിക്കണം. കമൻ്റ് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലൈക്ക് സബ്സ്ക്രൈബ് ഒന്ന് അടിക്കണേ. ഓക്കെ, നമുക്കെന്തായാലും സ്റ്റോൺ ടൂൾസിൽ ഒരു ഇതങ്ങ് ഉണ്ടാക്കിയിട്ട് ഇത് സ്വാഡ്. ഇനി നമുക്ക് കുറച്ചും കൂടി സ്റ്റിക്സ് ആവശ്യമുണ്ട്. സ്റ്റിക്സ് ഉണ്ടാക്കിയിട്ട് നമുക്കിനി നമ്മുടെ ഇതും കൂടി പിക്കാക്സും കൂടി അങ്ങോട്ട് ഉണ്ടാക്കാം. ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഇത് ഒന്ന് മൈൻഡ് ചെയ്തിട്ടുണ്ടെടുക്കുക. ഓക്കെ, മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയ്ക്കോട്ട് തന്നെ ചാടിയിട്ട് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാം. ആകാശം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫുൾ അപ്ഗ്രേഡഡ് ആണ്. പിന്നെ എനിക്ക് അറിയാത്തൊരു കാര്യം എങ്ങനെ ഹെൽത്ത് കയറ്റുന്നതെന്നാണ്. നമുക്കൊന്നാ ഒരു കാര്യം ചെയ്യാം. കൊല്ലാനരെ കിട്ടുന്നില്ലല്ലോ. ജോൺ സീന പോടാ ഇറങ്ങി. നിന്നെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടേടാ. പോടാ ഇറങ്ങി. നിനക്കൊക്കെ ഞാൻ എത്ര ഹിറ്റാണെന്നറിയാമോ തരുന്നത്? എനിക്ക് ഞാൻ എത്ര ഹിറ്റാണെന്നറിയാമോ തരുന്നത്? അത് നീ ആലോചിക്കണം. ഇവൻ്റെ ഒരേ ഒരു ഹിറ്റ് മതിയാടാ ഞാൻ ചാവാൻ. അവൻ ചത്തില്ല. അത്രേ ഉള്ളൂ. ചത്തി. നമ്മൾ ലെവൽ 2 ആയി. യെസ്, നമുക്ക് എനിക്കൊന്ന് ഒബ്സർവേഷൻ ഹാക്ക് കിട്ടിയെന്ന്. ഇല്ല, ഒബ്സർവേഷൻ ഹാക്കിയൊന്നും കിട്ടാനുള്ള പ്രായമൊന്നും നമുക്കില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഗൈസ് പറ്റുന്നില്ല. ഗൈസ് ഹാക്കിയൊന്നും നമുക്ക് പറ്റുന്നില്ല. എന്തായാലും നമ്മുടെ ഇനി എനിമീസ് ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് കവർ ചെയ്യുന്നിട്ട് നമുക്ക് ഫുഡൊന്നും എടുത്ത് കഴിക്കുക. ഈ ഫുഡ് കൊണ്ട് ഒന്നും ആവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്ക് ഈ ഫുഡ് തന്നെയാണ് ധാരാളം. എനിക്കൊരു ഐഡിയ ആണ്. നമുക്ക് താഴോട്ട് അങ്ങ് കുഴിച്ചങ്ങ് പോവാം. താഴോട്ട് കുഴിച്ച് പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. താഴോട്ട് കുഴിച്ച് പോയിട്ട് നമുക്കൊരു ഫർണസ് ഉണ്ടാക്കണം. നമ്മൾ പിന്നെ നോർമലി നമുക്ക് ചെയ്യുന്നതിനൊക്കെ നമ്മളൊരു കിങ്ങാണ്. ഓക്കെ ഗൈസ്, നമുക്ക് 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാം. നമ്മൾ ഹാക്കി കളഞ്ഞു. ഓക്കെ, നമുക്കിനി ഒരു ഫർണസ് അങ്ങ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ഫർണസ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വേണ്ട ഇവിടെ ഇങ്ങോട്ടങ്ങ് വെക്കാം.
ഫർണസ് നമുക്ക് ഇങ്ങോട്ട്. എന്നിട്ട് ഇനി നമ്മുടെ കയ്യിൽ കുക്ക് ചെയ്യാനൊന്നുമില്ല. അതിന് പകരം നമുക്ക് വേണ്ട ഈ ഒരു സ്വാഡ് അങ്ങ് എടുത്തിട്ട് ഇതങ്ങ് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഇതേ ഉള്ളു സമ്പാദ്യം. നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഇത് എനിക്കൊന്ന് സെറ്റിങ്സ് ആണെന്ന് അല്ല, ക്യാൻ നോട്ട് അടിച്ച് ഐറ്റംസ്. ഇതെന്താണ് സംഭവം കണ്ടുകൂടാ. ഓക്കെ നമുക്ക് ഫസ്റ്റത്തെ ഫുഡ് നമുക്ക് കുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഫസ്റ്റത്തെ കുക്ക്ഡ് ഫുഡ്. ആഹാ എന്താ ടേസ്റ്റി. കൈസ് നൈറ്റാണ്. ഓനോ കൈസ് പെട്ട് നൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നാശങ്ങൾ വരും. അതിന് മുമ്പേ നമുക്ക് കവർ അടച്ച് ഒന്നും കാണാൻ പറ്റില്ല. ഇരുട്ടാണ് മൊത്തം. എവിടെടാ ഞാൻ വെച്ചത്? ഞാൻ മണ്ടക്കോട്ട് തന്നെയല്ലേ നോക്കണേ. ആ എന്നാൽ നമുക്ക് ഇത് തന്നെ ഇങ്ങനെ പൊട്ടിക്കുക. അവിടെ ട്രാപ്പായോന്ന് എനിക്കൊരു ഡൗട്ട്. ഒരിക്കലുമില്ല. ഞാൻ എന്തോ വെച്ചാണ് അടച്ചത്? ഞാൻ സ്റ്റോൺ വെച്ചിട്ടാണ് അടച്ചേ. തേങ്ങ. എന്നാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി ഫുഡൊക്കെ അങ്ങോട്ട് കഴിച്ചട്ടെ. നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, ഇത് കുക്ക് ചെയ്യാൻ സാധനമില്ല. അതുകൊണ്ട് നമുക്കിത് ഫുഡ് എടുത്ത് ഒന്നുകൂടി ഇതങ്ങ് കുക്ക് ചെയ്തേക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചുണ്ട്. ഓക്കെ, പക്ക നൈറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നാണല്ലോ മറ്റേ ഷീപ്പിൻ്റെ ഇത്. നമ്മുടെ കയ്യിൽ എന്തായാലും കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. തിന്നാൻ പറ്റില്ല. ഓക്കെ, തിന്നാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് പോയിട്ട് കുറച്ച് 2-3 ഷീപ്പിനെ തല്ലിക്കൊല്ലണം. ഷീപ്പിനെ മാത്രമേ നമുക്ക് തല്ലിക്കൊല്ലാൻ ഇപ്പോഴത്തെ ഒരു ഗതികേടിൽ നമുക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഒന്ന് ഓടിപ്പോവാം. ചാടി 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 ചാടി. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ മൊത്തം ഇപ്പോൾ ഡാർക്ക് ക്രീപ്പി ആൾക്കാരായിരിക്കും. എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ്. ഒരു റൂയിൻ്റെ പോർട്ടൽ അല്ലേ ഇത്? നമുക്ക് ഇവിടെ നിന്ന് നല്ല നല്ല ലൂട്ടും കിട്ടും. തേങ്ങ നിന്നെ ഉണ്ടല്ലോ ഞാനേ എടാ നിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഹെൽത്ത് കയറ്റിയത്. നീ ഇനി ഞാൻ പാവപ്പെട്ട ഹെൽത്തിനെ നീ ഇനി കളയല്ലേ. എടാ കൊല്ലടാ. എടാ പൈററ്റ് ആണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് നിനക്ക് എന്തിടാ കാര്യം ഉപയോഗം? തേങ്ങ വന്നേക്കുന്നു. എന്തായാലും ഒരു കാര്യം ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതങ്ങ് അടയ്ക്കാം. നമ്മുടെ ഒരു ഊളും കൂടി ഉണ്ട്. പക്ഷേ നമ്മളെന്തായാലും ലാഭ അടയ്ക്കുന്നുണ്ട്. റിസ്ക് എടുക്കും. ഗോൾഡൻ ആപ്പിൾ ടൂഡൂഡൂഡൂ. കുറേ ഗോൾഡ് നെഗറ്റ്സ് ഉണ്ട്. എനിക്ക് എല്ലാം വേണം ഗോയ്സ്. എനിക്ക് എല്ലാം വേണം. നഗറ്റ് മറ്റേ അയണിൻ്റെ നെഗറ്റ്സ് ഉണ്ട്. എന്തായാലും ഇതെല്ലാം നമുക്ക് അങ്ങ് ഇടുക. ഓക്കെ, നമ്മളെ സോംബി ഒന്നും വന്ന് പുറകിൽ നിന്ന് അടിച്ച് കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്കൊരു ഇതും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതും നമ്മളങ്ങ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഗോൾഡ് ബ്ലോക്ക്. എടാ ഗോൾഡ് എടുക്കായിരുന്നു, പക്ഷേ കയ്യിലില്ല. നമ്മളെന്തായാലും ഗോൾഡൻ ആപ്പിൾ അങ്ങ് ഷാപ്പിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ അതേ ഒരു വഴിയുള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. തൊട്ടാണ് ബെല്ലൈക്കൻ കൂടി ഓണം ഓപ്ഷൻ സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ ബൈ.